നിന്റെ പരിപാടി എന്താ? നീ എന്തോ ഉടായ്പ പരിപാടി കൊണ്ട് നടക്കിയതല്ലേ? നല്ലതാ കർക്കടകോട്. നല്ല മുരിങ്ങല ഉണ്ടാ. ഇത് കർക്കടം തുടങ്ങിയാൽ പിന്നെ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റൂല. അപ്പൊ അതിന് മുൻപ് ഈ സാധനമൊക്കെ വെള്ളം സാധനമൊക്കെ പറിച്ച് തിന്നണം. ഔഷധം നോക്കിങ്ങോട്ട് പറക്കിട്ട് പൊക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നിങ്ങൾ മുരിങ്ങ നട്ട് വെച്ചിട്ടുണ്ടാ? കണ്ട 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 വീഴണ വീഴുണ്ട്. കുറച്ച് പറിച്ചിടാം. ഓരേ അത് കണ്ട അങ്ങനെയുള്ള സാധനം കട്ട് ചെയ്ത് മെല്ലെ വിടും. ആരെങ്കിലും വരുന്നുണ്ടാന്ന് ഇടക്കിടക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കട്ടെ. എല്ലാരും ഇല്ല. അപ്പൊ കുഴപ്പമില്ല ആരും അറിയില്ല. കണ്ടാ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. നല്ല അടിപൊളി മുരിങ്ങലയാട്ടാ. അയ്യോ കിട്ടുന്നില്ലല്ലോ. വലിയ കുമ്പന്നെ എടുക്കാം. എനിക്ക് ഇതല്ല ഞാൻ കാണിച്ചു നേരത്തെ തന്നിരുന്നല്ലോ. ഇതാ ആദ്യം ഇത് കാണിച്ചത് തവിയപ്പയാണ്. എന്നിട്ട് എന്റെ മോഷണത്തിന്റെ കാര്യം പറയുന്നു. കണ്ടാ ഇതുണ്ടോ ഇപ്പൊ നിങ്ങൾ കാണിക്കാത്തൊരു സംഭവം ഞാനിത് ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിരിച്ചിട്ട് കേട്ടാ തിരിച്ചെടുക്കുന്ന കണ്ടാ. ഞാൻ എന്റെ ശിഷ്യനാണല്ലോ. അപ്പൊ ഇതെല്ലാം പഠിപ്പിച്ച് ഞാൻ നേരത്തെ തന്നോണ്ട് ഇതല്ലേ മൈത്തല കണ്ടാ. മതിയടി ഇതിന്റെ മുതലാളി വന്നു കഴിഞ്ഞാണ്ടല്ലോ. മുതലാളി ഒന്നും പറയാനൊന്നുമില്ല. അത് വേറെ കാര്യം. മുതലാളിക്ക് അറിയാം, വിഷയമൊന്നുമില്ല. അങ്ങനെയുള്ള മോഷണങ്ങളൊന്നും ഞാൻ നടത്തൂല. ചെറിയ മോഷണം. ഇതിപ്പോ ആരും കണ്ടില്ലെങ്കിൽ ആരും ഒന്നും അറിയാനും പോണില്ല. അത് കാണുമല്ലോ, നാട്ടുകാർ നയിച്ചും കാണും. അതൊന്നുമില്ല. ആരും ഒന്നും പറയാതിരുന്നാ മതി. നാട്ടുകാർ മുഴുവനും കാണും. എല്ലാരും എനിക്ക് സപ്പോർട്ടാ. അതോട് കുഴപ്പമില്ല. എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ ഈ കുറ്റം ഫിംഗർ പ്രിന്റ് കിട്ടി. തെളിവ് ഇനിയിപ്പോ നിങ്ങള് കൈ പിടിച്ചിട്ടുണ്ട് ഇതുമ്മല്. കണ്ട ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കെണിയേ, ഞാൻ മാത്രല്ല. അപ്പൊ ഞങ്ങള് മുരിങ്ങല പറിച്ച് ഇപ്പൊ എന്തായി എല്ലാം നശിപ്പിച്ച്. ഞാൻ എത്ര നല്ല അടിപൊളിയായിട്ട് പറിച്ചെടുത്തതാ. കമ്പ് വന്നോളൂ, ഒടിച്ചാലും കുഴപ്പമില്ല. മതിയില്ലേ? നമുക്ക് ഇത്ര മതിയാവില്ലേ? നമുക്കത് മതി. ഞാനൊന്നും കണ്ടിട്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഇതൊക്കെ ഇല്ലേ, ഇതിനെ വേറെ വേണ്ടിട്ടാ. ഇത് നാളത്തേക്ക് വേണ്ടിട്ടാട്ടാ ഞാൻ ഈ പറിച്ചെടുക്കണത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനിങ്ങനെ എടുത്തെടുക്കാം. ഇനി ഈ സഞ്ചിയിൽ ഇങ്ങനെ ഇടാം. എന്നിട്ട് സഞ്ചിയിൽ ഇങ്ങനെ ഇട്ടിട്ട് നാളെ നമുക്ക് നേരം വെളുക്കുമ്പോ ഈ സാധനങ്ങൾ, ഈ ഇലയില്ലേ, ഇല ഈ സഞ്ചിയിൽ ഇങ്ങനെ അടർന്ന് കിട്ടുന്നതാണ് പറയുന്നത്. കുറെ ആളുകൾ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഓരോന്നും ഇങ്ങനെ അഴിച്ചെടുക്കണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത്. അപ്പൊ നമുക്ക് നാളത്തേക്ക് ഈ ഇല പറിക്കണ്ട. ഇതിങ്ങനെ ചിലപ്പോ കുടഞ്ഞാൽ ഇങ്ങനെ ഇലയ ഈ കവറിൽ വീഴും. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിക്കണത്. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് പറിച്ചെടുക്കണം. പണി വേറെ. എനിക്ക് വേണ്ട, ഞാനിതൊന്നും തിന്നില്ല. അയ്യോ കളയും. അപ്പൊ ഇതിങ്ങനെ എടുക്കട്ടെ ഏട്ടാ. ഇപ്പൊ നമുക്ക് ആവശ്യത്തിലധികമായി. കളയരുത്. ഒന്നും കളയില്ല. കാരണം കർക്കിടകം തുടങ്ങിയാൽ പിന്നെ ഇത് ആർക്കും വേണ്ടല്ല. അങ്ങനെ ഒരു ചൊല്ലില്ലേ അല്ലേ കർക്കിടകത്തിൽ? എന്താണ് ഇലകളൊന്നും കഴിക്കൂല. ഇലകളൊന്നുമില്ല, മുരിങ്ങയില മാത്രം. അല്ലല്ല ഇല്ല. ഈ ചിലോൻ ചിരിയെന്നാ ചപ്പ്. നമ്മളങ്ങനെ ചപ്പ് എന്നാ പറയാ. അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലേ, അതൊന്നും കഴിക്കൂല. ചില സമയത്ത് കർക്കിടകത്തിൽ എന്തോ വിഷാംശങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ട് ആരും കഴിക്കാറില്ല. ഇല്ല. ചീരക്കുന്നുണ്ട. ഓക്കെ, ഇത് നട്ടൊന്നല്ല. ഇത്ര റിസ്ക് എടുത്തിട്ടാ വന്നറിയോ. ഇതൊക്കെ വെച്ച് കെട്ടി കെട്ടിയത് നിങ്ങളാട്ടോ. അപ്പൊ എന്തായാലും നാളെ കാണാം അല്ലേ. എന്നിട്ട് എന്താണ് ഇത് മാത്രമാണോ, എന്താണ് റെസിപ്പി എന്നൊക്കെ നാളെ പറയും. ഇത് മാത്രമൊന്നുമില്ല, നാളെ തുടങ്ങാം. ആദ്യം നിന്റെ പരീക്ഷണം എന്തായി? നിന്റെ മുരിങ്ങാച്ചപ്പിന്റെ ഇന്നലെ പറിച്ചിട്ട് ഇതൊക്കെ നടക്കുവോ? നീ പറഞ്ഞത് ഫുള്ളായിട്ട് ഇത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചോട്ടെ. രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൊമ്പ് നിക്കണം ഞാൻ കണ്ടുപിടിച്ചതാണേ. ഇതിനൊക്കെ നമ്മള് ഒരേ ചപ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ എന്തായി?
നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. ശരിക്കും ഞങ്ങൾ പൊട്ടത്തര ചെയ്യലിട്ട. ഞങ്ങൾ ഓരോന്ന് അപ്പം തന്നെ പറിച്ചിട്ട് അമ്മ പറിച്ചുകൊണ്ടിരുന്നെങ്കിൽ അപ്പം തന്നെ എടുത്തിട്ട് ഓരോന്ന് വെക്കലാണ് കേട്ടാ. ഓരോന്ന് എടുക്കലാണ്. ഇപ്പൊ കണ്ട ഇത് നോക്കിയെന്ന് കണ്ടു മാത്രം. ഇത് ഇവിടെ കുളത്തിരിക്കണത് ഞാൻ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ. ആദർശികമായി കിട്ടണതാണ്. കണ്ട കൊമ്പ് പോലും വീണിട്ടില്ല. ഇത് എനിക്ക് ഇതടിപൊളിയായില്ലേ. എത്ര സമയം കൊണ്ടാണ് നമുക്ക് ഇത്ര ഇല കിട്ടുക. സംഭവം സൂപ്പർ ആട്ടോ. ഒരു ദിവസം തലേന്ന് നമ്മൾ സംഭവം ചെയ്താൽ മതി അല്ലേ. അതെ അതെ പൊളിയാ. അപ്പൊ 2-3 ദിവസം വെച്ചാലോ? 2-3 ദിവസം വെച്ചാൽ ഇല വാടിപ്പോവില്ലേന്ന്. നമുക്ക് അങ്ങനെ ഇല വാടി കിട്ടേണ്ട ആവശ്യമില്ല. ഇത് കണ്ടാ അടിപൊളിയായിട്ടാ. ഇത് ആളുകൾ നമ്മളെ ചീത്ത പറയാന്ന് അറിയില്ല. ഇതെല്ലാം നിങ്ങ ഇപ്പഴാ കാണുന്നേന്ന് ചോദിക്കും. ഞങ്ങൾ ഇപ്പഴാട്ടാ ആദ്യമായിട്ടാണ് സത്യത്തിൽ. പക്ഷെ ഞാൻ കൊറേ വീഡിയോയിൽ എല്ലാരും എടുക്കുന്നത് അതാണ് ഇതിനകത്ത് പഴുത്താലെല്ലാം കളയാല്ലേ. അപ്പുറത്തുനിന്ന് കുക്കർ അടിക്കുന്നുണ്ട്. കുറച്ച് ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇലക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ്ട ഓരോന്നോരോന്ന് ഇങ്ങനെ കുറച്ച് പഴുത്തുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പറക്കളയാം. അപ്പൊ സംഭവം എന്തായാലും വിജയിച്ചിട്ടുണ്ടല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും ഇല കിട്ടി. ഇതിപ്പോ ഒരു വറവിനുള്ള ഇലയുണ്ട്. നമുക്ക് പരിപ്പിലിട്ടിട്ട് വെളുത്താവിനുള്ള സംഭവമാണ്. പക്ഷെ പരിപ്പിൽ ഇത്രയും വേണ്ടാന്ന് തോന്നുന്നല്ലേ. കുറച്ച് മതി. എന്തേ മഞ്ഞച്ചപ്പ് ഒന്നും ഇല്ല. അധികം മഞ്ഞച്ചപ്പൊന്നും ഇതിപ്പില്ലേ. ഇന്നും കൂടിയേ ഉള്ളൂ കേട്ടാ. നമ്മളെ വീഡിയോ വരുന്നത് ചിലപ്പോ കർക്കിടകം 1-ാം തീയതി ആയിരിക്കും. പക്ഷെ ഞങ്ങൾ കർക്കിടകം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇത് കഴിക്കുന്നില്ല കേട്ടാ. മറ്റുള്ള ഇലകളൊക്കെ കഴിക്കുമ്പോല് മുരിങ്ങ ഇല മാത്രം ഒഴിവാക്കി നിർത്തുക അങ്ങനെ പറയുന്നുണ്ട്. അത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. മുരിങ്ങയിലക്ക് ഈ കർക്കിടക മാസത്തിൽ ഏതോ ഒരു ദിവസം വിഷാംശം ഉണ്ടെന്ന് അല്ലേ. അതെന്താ സംഭവം ഏതൊരു ഞങ്ങൾക്ക് സംഭവം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ മുരിങ്ങലയും പരിപ്പും കൂടിയുള്ള കറി. അപ്പൊ ആ സംഭവം ഞാൻ ആക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് പരിപ്പ് എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് കുക്കറിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊതിയാവില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് എന്താ ഇത് നമുക്ക് ആക്കി നോക്കാൻ പറ്റുന്ന സാധനം. വലിയ ചിലവോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ സ്ഥിരം ഒരു കറി. അപ്പോൾ പിന്നെ എന്തിനാ മടിച്ച് നിൽക്കുന്നതെന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പരിപ്പിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മുരിങ്ങാച്ചപ്പിനെ അവിടെ ഇങ്ങനെ കഴുകി നല്ലോണം വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പ പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഇന്ന് പച്ചച്ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല എന്തായാലും എല്ലാം കൂടി ഹെൽത്തി ഫുഡാണ്. മൊത്തം ഇലക്കറികളാണ്. അപ്പോൾ കർക്കിടകം തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇലക്കറികളൊക്കെ അങ്ങോട്ട് വെച്ച് കൂട്ടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വെറുതെ അല്ല കേട്ടോ വളർത്തണത്. എനിക്ക് ചീരൻ്റെ കൂടെ ചെമ്മീൻ ലേശം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾ ചെമ്മീൻ വിടില്ല. കുറച്ച് ചെമ്മീൻ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ അതും കൂട്ടിയിട്ട് വളർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പിനും മുരിങ്ങയിലക്കും വേണ്ടി വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് കടുകും പൊട്ടിച്ച് അതങ്ങോട്ട് മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സിമ്പിൾ പരിപാടിയാണ് സംഭവം. പക്ഷേങ്കിൽ എന്തോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട് ഞാൻ. കാരണം അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു വറവും കൂടി ഉള്ളപ്പോൾ അടിപൊളിയായിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ മുരിങ്ങ ചപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ. മുരിങ്ങയില അപ്പോൾ ഈ ചപ്പെന്നൊക്കെ ഇടക്കിടക്ക് വരും കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് എടുത്തിട്ട് ഈ മുരിങ്ങയില ഒന്ന് വേകുന്ന വരെ നമ്മളൊന്ന് വാട്ടി ഒന്ന് മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ പരിപ്പിൻ്റെ വിസിലൊക്കെ പോയി നന്നായിട്ട് വെന്തൊക്കെ ഇരിക്കുന്നുണ്ട്. മുരിങ്ങയില ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല. പച്ചച്ചവയൊക്കെ അങ്ങോട്ട് പോയി നന്നായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. ഇത്രയും സിമ്പിൾ പരിപാടി വേറെ ഒന്നും ഇല്ല എന്നല്ലേ. അപ്പോൾ സിമ്പിളുമാണ്. പക്ഷേ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസവും ആ ഒരു ഇല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇല വെറുതെ വലത്തിയിട്ട് കഴിക്കുന്നതോട് ഇത്ര താല്പര്യമില്ല. കാരണം ഒരു ചെറിയ കയ്പ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ പരിപ്പിൻ്റെ സ്വാദിൽ ഇതങ്ങനെ അറിയാണ്ട് അങ്ങ് പോകട്ടെ. നമ്മളൊരു ഹെൽത്തി ഫുഡ് അങ്ങോട്ട് കയറുകയും ചെയ്യുമെന്ന് ശരീരത്തിലോട്ട്. അപ്പോൾ നന്നായിട്ട് രസമുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ സാധാ പരിപ്പ് കറി വെച്ച് മടുത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇലക്കറിയൊക്കെ അങ്ങോട്ട് ആകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അത് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും കഴിക്കാനും സൂപ്പറായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പരിപാടിയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സിസ്റ്റം തന്നെ നമ്മളെ ഒലത്തും പിടിക്കുകയാണ് കേട്ടോ. ഞാൻ ചെമ്മീൻ ഇടുന്നതുകൊണ്ട് ചീരയിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ബാക്കി അതേപോലെ തന്നെ മുളകും ഉള്ളിയും ഒന്ന് അരച്ചെടുത്തിട്ട്
വെച്ചിട്ട് ഒന്ന് മിക്സിയിലും ജാറിലെടുത്ത് അടിച്ചെടുത്തിട്ട് കടുക് പൊട്ടി വരുമ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നേരത്തെ മൂപ്പിച്ച് അതേപോലെ തന്നെ അങ്ങോട്ട് ഇട്ടൊന്ന് വാട്ടി മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വാട്ടി വേറെ ഒന്നും പരിപാടിയൊന്നുമില്ല. നമ്മളെ ചെമ്മീനൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം വേഗം വേഗം പരിപാടി കേട്ടോ. അതിനകത്തോട്ട് ലേശം ഉപ്പും ഇട്ടിട്ട് എല്ലാത്തിനും കൂടി കണക്കാക്കിയിട്ട് ഞാൻ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ആ ഒരു വെള്ളത്തിൽ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടട്ടെ. അതുവരെ ഒന്ന് മൂടി കത്തിച്ച് അത് കഴിഞ്ഞ് ചെമ്മീൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ചീരക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴുകി മാറ്റി വെച്ച് നമ്മളെ ചീരയും കൂടി അങ്ങോട്ട് എടുത്തിട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് ആദ്യം നമ്മൾ ചീരയൊക്കെ അങ്ങോട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. വാടി വരുമ്പോൾ നമുക്ക് അത്രയല്ലേ ഉണ്ടാവും. അങ്ങനെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വറവും റെഡിയായി, എല്ലാം റെഡിയായിട്ടാണ്. അപ്പോൾ കാണാൻ തന്നെ ഒരു ചേലുണ്ട്. പിന്നെ എല്ലാത്തിനും സ്വാദും നല്ല രസമാണ്. ഇത് പിന്നെ നമുക്ക് ചെമ്മീൻ ഒഴിവാക്കിയിട്ടൊരു പരിപാടിയില്ല. ഇപ്പം തന്നെ എല്ലാവരും കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി, ചെമ്മീൻ ഒഴിവാക്കൂല അല്ലേ? ചെമ്മീൻ നമ്മളെ പണി നിന്നാലും നമ്മൾ ഒഴിവാക്കൂല. പിന്നെ പറഞ്ഞൊക്കെ നിൽക്കുകയല്ല, നമ്മളെ ഉച്ചയൂണിൻ്റെ സമയം അങ്ങോട്ട് എടുത്ത്. പിന്നെ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ, ഭക്ഷണം കൂടെ ആയെങ്കിൽ തന്നിരുന്നേ എന്ന് പറഞ്ഞ പോലെ ഭക്ഷണം ആയപ്പോൾ പിന്നെ നോക്കിയിരിക്കേണ്ട സമയമൊന്നുമില്ല. ഞങ്ങളത് കറി അങ്ങോട്ട് ഒഴിച്ച് ചീര വലുത്തും അങ്ങോട്ട് ഇട്ട് പിന്നെ ഇത്തിരി അച്ചാറും ആ സൈഡിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മതി പോരെ. ഇത്രയും ഹെൽത്തി ഫുഡിന് എവിടെ കിട്ടും? അങ്ങനെ പരിപ്പ് കറിയൊക്കെ വെച്ച് അങ്ങോട്ട് കുഴച്ചൊരടി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ചോറൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ വെറുതെ കുത്തിയിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.